ആപ്പിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ ഡിവൈസുകളെല്ലാം റൺ ചെയ്യുന്നത് 17.1.1 ആണ്. എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു ആപ്പിളിൻ്റെ ബെയ്റ്റ വേർഷനിൽ 17.2 എന്ന് പറയുന്ന അപ്ഡേറ്റ് റിലീസ് ചെയ്തത്. കാരണം നമ്മൾ കണ്ടു 17.1 ശേഷം വരാൻ പോകുന്ന ഒരു മേജർ അപ്ഡേറ്റുകളിലൊന്നാണ് 17.2. അതിനിടയിൽ വരുന്ന എല്ലാ 3 അക്ക നമ്പേഴ്സുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് മൈനർ അപ്ഡേറ്റുകളാകും. അത് യൂഷ്വലി ബഗ് ഫിക്സസ്, സെക്യൂരിറ്റി പാച്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ 17.2 ഇറ്റ്സ് എ മേജർ അപ്ഡേറ്റ്. അതിൻ്റെ ബെയ്റ്റ 3 വേർഷനിൽ നമുക്ക് കുറേയധികം മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നേക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നമ്മൾ iPhone 15 Proയിലാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു അപ്ഡേറ്റിൽ ലഭിച്ചത് ഏകദേശം 6.25 GB ആണ്. നിലവിൽ നമ്മുടെ ഇടയിൽ അറിഞ്ഞും അറിയാതെയും പല യൂസേഴ്സും അവരുടെ ഡിവൈസുകൾ റൺ ചെയ്യുന്നത് ബെയ്റ്റയിലായിരിക്കും, അതായത് iOS 17 ടെസ്റ്റിംഗ് OSൽ. അതാണ് ബെയ്റ്റ അപ്ഡേറ്റുകൾ. സോ ഈ ഒരു ബെയ്റ്റയിലാണോ അല്ലയോ നിങ്ങളുടെ ഡിവൈസ് റൺ ചെയ്യുന്നതെന്ന് അറിയാൻ നമുക്ക് വളരെ സിമ്പിളാണ്. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ജനറൽസിൻ്റെ ഓപ്ഷനിൽ നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും ബെയ്റ്റ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. കറൻ്റ്ലി നമ്മൾ റൺ ചെയ്യുന്നത് 17.2 ആണ്. സോ ഈ ഒരു ബെയ്റ്റ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ഇവിടെ നമുക്ക് കാണാം 2 ഓപ്ഷൻസ് ഉണ്ട്, പബ്ലിക് ബെയ്റ്റയും ഡെവലപ്പർ ബെയ്റ്റയും. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ നിങ്ങളുടെ ഡിവൈസ് നിങ്ങളുടെ പ്രൈമറി ഡിവൈസാണ്, നിങ്ങൾക്ക് ഒരൊറ്റ ഐഫോണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബെയ്റ്റ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ബെയ്റ്റ OS റണ്ണ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. ഇതൊരു മേജർ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത് iTunes ഉപയോഗിച്ചാണ്. സോ iTunes ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഓൾറെഡി നമ്മൾ പല വീഡിയോസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ്. നമുക്ക് ബഗ്ഗുകൾ, പ്രോബ്ലംസ്, ഇഷ്യൂസൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പം ചെയ്യാൻ ഉള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് iTunes ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. അത് ലാപ്പും കമ്പ്യൂട്ടറും ഉള്ളവർക്കാണ് ആ ഒരു സൗകര്യം ലഭിക്കുന്നത്. സോ കഴിവതും ലാപ്പും കമ്പ്യൂട്ടറും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോബ്ലംസ് പ്രീവിയസ് അപ്ഡേറ്റിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ iTunes ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏതാനും ചില ഫീച്ചേഴ്സിനെ പറ്റി തുടങ്ങാം. അതിൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഹോം സ്ക്രീനിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കാണും, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്നാൽ iOS 17 അനൗൺസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ട ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിളിൻ്റെ ജേർണൽ ആപ്പ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ആപ്പിളിൻ്റെ ജേർണൽ ആപ്പ്. സോ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം വെൽക്കം ടു ജേർണൽ എന്ന് പറഞ്ഞ് പുതിയൊരു സ്പ്ലാഷ് സ്ക്രീൻ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സോ ഈ ഒരു ആപ്പ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, അതിപ്പോൾ എന്തെങ്കിലും മെമ്മറീസ് ആകാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളോ, അതിപ്പം ടെക്സ്റ്റ് മാത്രമാണോന്നില്ല, ഏതെങ്കിലും സ്ഥലത്തെ ഒരു പർട്ടിക്കുലർ പ്ലേസിൻ്റെ പിൻ പോയിന്റ് മാർക്കിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഇമേജസ്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ആപ്പിളിൻ്റെ ജേർണൽ ആപ്പ്. അപ്പോൾ ഈ ഒരു ആപ്പ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ സൂചനകൾ കൊടുത്തുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ ഈ സ്പ്ലാഷ് സ്ക്രീനിൽ അവർ വിവരിച്ചിട്ടുണ്ട്. റൈറ്റ് അബൌട്ട് യുവർ ഡേ, ആഡ് ഫോട്ടോസ്, പ്ലേസ് ആൻഡ് മോർ. അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്പ് നമുക്ക് ലോക്ക് ചെയ്യാം. ഫേസ് ID ഇൻ്റഗ്രേഷൻ ആപ്പിന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ടൈമിൽ നമുക്ക് എന്തെങ്കിലും എഴുതാനോ കാര്യങ്ങളോ എന്തെങ്കിലും ഹാബിറ്റാറ്റൊക്കെ ട്രാക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു സ്കെഡ്യൂൾഡ് ടൈം, അതിനൊരു റിമൈൻഡറൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പുതിയ എൻട്രീസ് ആഡ് ചെയ്യുന്നത്. ഇതിലൂടെ നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യേണ്ട എന്ത് കാര്യങ്ങളും നമുക്കിവിടെ സേവ് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് താഴെ കുറേ പാനൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള പെർമിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അലോ ചെയ്താൽ മതി. രണ്ടാമത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വാൾപേപ്പർ ആപ്പിൾ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പം വാൾപേപ്പറിൻ്റെ ആ ഒരു സെറ്റിങ്സിലേക്ക് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കളക്ഷൻസ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ഏറ്റവും സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു പാർട്ടിക്കിളിൻ്റെ വാൾപേപ്പർ. നമുക്കറിയാം iOS 15 വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു വാൾപേപ്പർ ആയിരുന്നു. 16ലേക്ക് വന്നപ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടായിരുന്നു. സോ ആപ്പിൾ ഇപ്പം തിരികെ ഈ ഒരു വാൾപേപ്പർ, ഈ ഒരു പാർട്ടിക്കിൾ മൂവ്മെൻറ്റ് വാൾപേപ്പർ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഡിവൈസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന അനുസരിച്ചാണ് ഈ ഒരു പാർട്ടിക്കിൾ മൂവ്മെൻറ്റ്സ് ഒക്കർ ചെയ്യുന്നത്. പിന്നീട് iOS 17 കൊണ്ടുവന്ന ഒരു പ്രത്യേകതയുള്ള ഒരു ഫീച്ചറായിരുന്നു നമുക്ക് ഇൻലൈൻ പ്രിഡിക്റ്റീവ് ടൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. അതായത് നമ്മളെ സെറ്റിങ്സ് ഇതിൽ കീബോർഡ്സിൻ്റെ ഓപ്ഷനിൽ നമുക്കിവിടെ പ്രിഡിക്റ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ കാണാം ഷോ പ്രിഡിക്ഷൻ ഇൻലൈൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രിഡിക്ഷൻ ഇൻലൈൻ നമുക്ക് ഇൻലൈൻ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അതേ മൊമെൻറ്റിൽ നമുക്ക് അപ് ടു ഡേറ്റ് ആ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് പോകുന്നിടത്ത് കിട്ടുന്ന ആ ഒരു ഫീച്ചറാണ് നമുക്കിപ്പം അതിനെ മാത്രമായിട്ട് ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം 13ലുള്ള 17.1.1 ആണ്. അതും 17.2 സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുമ്പം നിങ്ങൾക്ക് കുറേ അധികം ഓപ്ഷൻസ് ചേഞ്ചസ് വന്നേക്കുന്നത് കാണാൻ സാധിക്കും സെറ്റിങ്സിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം പ്രിഡിക്റ്റീവ് എന്ന് പറയുന്ന ഒരൊറ്റ ഓപ്ഷൻ ഉള്ളായിരുന്നു. അതിപ്പോൾ മാറി 2 ഓപ്ഷനായിട്ട് പ്രിഡിക്റ്റീവ് ടെക്സ്റ്റും ഷോ ഇൻ പ്രിഡിക്ഷൻ ഇൻലൈൻ എന്ന് പറയുന്ന 2 ഓപ്ഷനായിട്ട് മാറിയിട്ടുണ്ട്. പിന്നീട് വന്ന വെർബൽ ചേഞ്ചുകളിൽ ഒന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ എയർ ഡ്രോപ്പ് ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കാണാം ഡോണ്ട് സീ എനി പീപ്പിൾ നിയർ ബൈ എന്ന് പറഞ്ഞൊരു പ്രോംപ്റ്റ് ഒക്കെ നമുക്ക് നേരത്തെ തരുമായിരുന്നു. ഇപ്പോൾ ആ പ്രോംപ്റ്റ് ഒഴിവാക്കി അതിന് പകരം മുകളിൽ നമുക്ക് കാണാം എയർ ഡ്രോപ്പ് എ കോപ്പി എന്ന് പറയുന്ന ഒരു
ടെക്സ്റ്റ് ആയിരുന്നു മേളിലുണ്ടായിരുന്നത്. അതിപ്പോൾ മാറി സെൻഡ് കോപ്പി വിത്ത് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ആ ഒരു വെർബൽ ചേഞ്ച് ആപ്പിൾ 17.2 കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് വന്ന ഒരു അഡാർ ഫീച്ചർ നമ്മുടെ ആപ്പിൾ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ നമുക്കറിയാം പ്ലേലിസ്റ്റുകൾ നമുക്ക് ഇതുവരെ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ പ്ലേലിസ്റ്റുകളോടൊപ്പം നമുക്കിപ്പം കൊളാബറേറ്റീവ് പ്ലേലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു പ്ലേലിസ്റ്റ് അത് നമ്മളിപ്പം സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന എൻ്റെ പ്ലേലിസ്റ്റാണ്. കുറച്ച് പാട്ടുകൾ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലേറ്റവും ടോപ്പിലായിട്ട് നിങ്ങൾക്കൊരു ഐക്കൺ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഒരു മനുഷ്യൻ്റെ രൂപമുള്ള ആ ഒരു ഗിഫ് ഐക്കൺ. ഇതേ പ്ലേലിസ്റ്റ് തന്നെ ഞാൻ 13 Proയിൽ ഓപ്പൺ ചെയ്തേക്കുവാണ്. നമുക്ക് അങ്ങനെ ഒരു ഗിഫ് ഐക്കൺ അവിടെ കാണാൻ സാധിക്കുന്നില്ല. സോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ, അതായത് ഇനി മുതൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഒരു പ്ലേലിസ്റ്റിലേക്ക് മറ്റൊരാളെയും കൂടെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച്, അത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഒരു കൊളാബറേറ്റീവ് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ മ്യൂസിക് ആപ്പിൻ്റെ സെറ്റിംഗ്സിൽ നമ്മൾ മ്യൂസിക് ആപ്പിൻ്റെ ഓപ്ഷനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ലൈബ്രറിയുടെ ഓപ്ഷന് താഴെയായിട്ട് ഒരു അഡീഷണൽ പുതിയതായിട്ട് ഒരു ഓപ്ഷൻ കൂടെ കാണാൻ സാധിക്കും, ആഡ് ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് നേരത്തെ ഇല്ല എന്ന് പ്രീവിയസ്ലി. സോ ഇനി മുതൽ നമുക്ക് ഇവിടുന്ന് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്ന പാട്ടുകൾ നമ്മുടെ ലൈബ്രറി വരണോ വേണ്ടയോ എന്നുള്ള കാര്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇതുപോലത്തെ ആൽബം ആർട്ടുകൾ, ഈ ഒരു ആർട്ടുകൾ നേരത്തെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതായത് നമ്മളിപ്പം ഒരെണ്ണം സെലക്ട് ചെയ്താൽ അത് ഇങ്ങനെ അപ്ഡേറ്റ് ആകുന്നില്ലായിരുന്നു. ആ ഒരു ഓപ്ഷൻ ആപ്പിൾ ഇപ്പം പാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീട് പുതിയൊരു ക്ലോക്കിൻ്റെ വിജിറ്റ് ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലസ് ഐക്കണിനെ ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ വിജിറ്റ് ആഡ് ചെയ്യുന്നത്. മിക്കവർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ് നമ്മളെ വിജിറ്റുകൾ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഹോം സ്ക്രീൻ. ഇതിൽ പോയിട്ട് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. എവിടെയെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പ്ലസ് ഐക്കൺ ടോപ്പിൽ വരും. അതിൽ ടാപ്പ് ചെയ്യുക. അതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ വിജിറ്റുകൾ ഇവിടുന്ന് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനും വിജിറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ സെർച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്ലോക്ക് സെർച്ച് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് പുതിയ ആ ഒരു വിജിറ്റ്. ഇത് നമുക്കിപ്പം ഡയറക്റ്റ്ലി ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഓൾറെഡി ഉള്ള ഒരു വിജിറ്റിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ വിജിറ്റുകൾ പ്ലേസ് ചെയ്യാൻ സാധിക്കും. അതാണ് സ്റ്റാക്ക് വിജിറ്റുകൾ. ഈ ഒരു ക്ലോക്ക് വിജിറ്റ് കാണുമ്പോൾ പുതിയ ആപ്പിൾ വാച്ച് ഫേസിൽ, എസ്പെഷ്യലി ആപ്പിൾ വാച്ച് അൾട്രയിൽ വന്നിരിക്കുന്ന ഈ ഒരു വിജിറ്റുമായിട്ട് അല്ലെങ്കിൽ വാച്ച് ഫേസുമായിട്ട് കുറച്ച് സിമിലാരിറ്റി എവിടെയൊക്കെ തോന്നും. ആ ഒരു സെക്കൻഡ് സൂചിയാണ് നമുക്ക് അങ്ങനെ ഡിജിറ്റലി മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. പിന്നീട് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ എബോട്ടിനകത്ത് സെറ്റിംഗ്സിൽ എബോട്ടിൻ്റെ ഓപ്ഷനിലായിരുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻ ആപ്പിൾ ഇപ്പം വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു കവറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇത് നേരത്തെ പ്രീവിയസ്ലി എബോട്ടിനകത്തായിരുന്നു. ഇപ്പോൾ അത് മാറ്റി വെളിയിൽ കവറേജ് എന്ന് പറഞ്ഞ ഒരു ഡെഡിക്കേറ്റഡ് ടാബ് കൊടുത്തിട്ടുണ്ട്. അതിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൻ്റെ വാറണ്ടി, ഈ ഡിവൈസിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ ആക്സസറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എയർപോഡ്സിൻ്റെ ഒക്കെ വാറണ്ടി, അതിൻ്റെ കവറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഈ ഒരു അപ്ഡേറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് പറയുന്നത്. അതിൽ പ്രോക്സിമിറ്റി സൈനിങ്, അതായത് നമുക്ക് iOS 17 വന്നൊരു ഫീച്ചറാണ്. നമുക്ക് മൾട്ടിപ്പിൾ ആപ്പിൾ ഡിവൈസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ആപ്പിൾ ഡിവൈസ് പർച്ചേസ് ചെയ്ത് അതിലേക്ക് ആപ്പിൾ ID സൈൻ ഇൻ ചെയ്യാൻ നമ്മൾ എൻ്റർ ചെയ്യേണ്ട, അതായത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മളെ ഓൾറെഡി ആപ്പിൾ ID സൈൻ ഇൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിവൈസ് അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് പ്രോക്സിമിറ്റി സൈനിങ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിലൂടെ സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു ഫീച്ചർ ആപ്പിൾ 17.2 അപ്ഡേറ്റ് മുതൽ എല്ലാ ഡിവൈസുകളിലേക്കും കൊണ്ടുവരുന്നതായിരിക്കും. സോ എന്തായാലും അടുത്ത മാസം ഡിസംബറിലേക്കായിരിക്കും നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കിവിടെ കാണാം ഇതിൻ്റെ ബിൽഡ് നമ്പർ എന്ന് പറയുന്നത് 21C5046C എന്നുള്ളതാണ്. സോ ഇനിയും നമുക്ക് BA 2 വേർഷൻസും കൂടെ വരാനുണ്ട്. സോ അതെന്തായാലും നമുക്ക് ഡിസംബർ പകുതിക്ക് മുന്നേ, അതായത് ഡിസംബറിൽ ക്രിസ്മസിന് മുന്നേയും ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെ നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് 17.2 എന്ന് പറയുന്ന ഈ ഒരു മേജർ റിലീസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു അപ്ഡേറ്റ് 17.1.2 എന്ന് പറയുന്ന ഒരു മൈനർ അപ്ഡേറ്റും കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് Milan. Catch you guys in the next video. Till then, peace.